ഞങ്ങളെ മെമ്പർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയേക്ക്. ഞങ്ങളെ മതിലെല്ലാം ഒട്ടാകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടതിനുള്ള അപ്പം എല്ലാം റെഡിയാക്കി തന്നേക്ക്. ഞാൻ തമിഴ്നാടാണ്. ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി. വാടക കൊടുത്തിട്ടാണ് താമസിച്ചത്. நம்ம பாத்திமிச்ச மெம்பர் வந்த பின்னே எனக்கு ஒரு வீடும் പിന്നെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതാ എല്ലാം സഹായിച്ചതാ. എൻ്റെ മക്കൾ പഠിപ്പ് കാര്യം എല്ലാം അവർ തന്നെ അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ വീടിന് റോഡ് ഒന്നുമില്ല. ഇവരാ റെഡിയാക്കി തന്നത്, പാത്തിമിച്ച റെഡിയാക്കി തന്നത്. ഇവിടെ 8 ഫ്ലാറ്റുകളാണുള്ളത്. നമ്മൾ തിരെ ഭൂമിയോ വീടോ ഇല്ലാത്തവരെ സെലക്ട് ചെയ്താണ് ഇവിടെ താമസിച്ചത്. ഇത് ഒരു സഹോദരി ഒരിക്കൽ അനന്തരമായി കിട്ടിയ ഒരു 50 സെന്റ് സ്ഥലം നമ്മൾ പാർട്ടിയെ ഏൽപ്പിക്കുകയും ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുകയും അത് വലിയൊരു സംരംഭമായി ഇവിടെയുള്ള വീടില്ലാത്ത 8 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തതാണ്. ഇനി ഓർ തന്നെയാണ് നമുക്ക് മെമ്പറായിട്ട് നിൽക്കണം നമുക്ക് ആഗ്രഹം. ഇനി പൊരിയും റോഡും ഇതെല്ലാം തന്നത് പോലെ തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഉള്ളവരാഗ്രഹമൊക്കെ അതാണ്. അത് ഇവിടെ ഭയങ്കര കയറ്റവും കുണ്ടും കുഴിയെല്ലായിട്ടുള്ളത്. അത് ജനകീയമായിട്ട് തന്നെ നമുക്കത് ടീം വെൽഫെയറും IRW ഒക്കെ വന്ന് നല്ല അവരെ സഹകരണത്തോടെ നമുക്ക് റോഡ് 2-2.5-3 ലക്ഷത്തിൻ്റെ അടുത്തോളം അയക്കും. 2ാം വാർഡിൽ മികച്ച മെമ്പറാണ്. അതുപോലെ തന്നെ നല്ല വികസന പ്രവർത്തനം നടത്തിക്ക് മെമ്പറെ കഴിവ് തന്നെയാണ്. 5 കൊല്ലം പൂർത്തിയാകുന്ന ഞങ്ങളെ മെമ്പർ ഇതുപോലെ ഒരു മെമ്പർ എനിക്ക് കിട്ടുമെന്നുള്ളത് ഇരുന്നിക്കില്ല. 8 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് ഈ വർഷം നമ്മൾ ഈ ടൈമിലാണ് പൂർത്തീകരിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഒരു 60 മീറ്റർ ഉണ്ടായിരുന്നു. വളരെ പ്രയാസമുള്ള കനാൽ റോഡുമിലേക്കുള്ള ഒരു ഭാഗം. അത് ജനകീയമായിട്ട് 3 ലക്ഷം ഉറുപ്പ്യ നമ്മൾ സ്വരൂപിച്ച് ആ റോഡും പൂർത്തീകരിച്ചതോടുകൂടി ഈ ഭാഗത്തെ റോഡിന്റെ പ്രയാസം ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി തീർന്നിട്ടുണ്ട്. ഇനിയും അങ്ങനത്തെ ഒരു കിട്ടട്ടേനോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരാളാ ഇത് 2ാം വാർഡിലുള്ള നല്ലൊരു സുന്ദരമായ സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ഗ്രാമസഭകളും മറ്റ് കുടുംബശ്രീന്റെ വലിയ വിപുലമായ ഒരു വാർഷികമൊക്കെ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന്റെ ഒരു ടൂറിസം പദ്ധതി കൂടിയാണ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ തുടക്കം എന്നുള്ള എനിക്കൊരു കവാടമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഒരു 1.5 ലക്ഷം ഉറുപ്പ്യ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ചെറിയൊരു ഫണ്ട് വെച്ചിട്ട് ഒരു തുടക്കം മാത്രം കുറിച്ചതാണ്. ബാക്കി ടൂറിസം പദ്ധതി വന്നാൽ ഈ പ്രദേശത്തുകാർക്കൊക്കെ ജോലി സാധ്യതകളും മറ്റും ഉണ്ടാവും. പദ്ധതിയിൽ വെച്ച പശു, ആട്, കോഴി എന്ന് പറയുന്ന എല്ലാം ഗുണഭോക്താക്കളിൽ എത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കട്ടങ്കോട് പൊയിൽമുക്ക് വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് മെയിൻ്റനൻസ് ഫണ്ടിലാണ് ഈ അങ്കണവാടി മുതൽ ഈ പുഴയോരം വരെ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ്റനൻസ് ഫണ്ട് വെച്ചാണ്. 2ാം വാർഡിൽ ചെങ്ങന്നൂർ പഞ്ചായത്ത് 2ാം വാർഡിൽ ഇനി പ്രധാനമായും ചെയ്യാൻ ബാക്കിയുള്ള ഒരു റോഡുകളിലൊന്നാണ് പുഴയോരം റോഡ്. ഇവിടുന്ന് മൈലശ്ശേരിത്തായ മുതൽ പരവൻ്റെ കോമ്പൽ തായ വരെയുള്ള റോഡ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുഴ സൈഡുകൾ ഇടിഞ്ഞ് പോകുന്നത് കൊണ്ട് അത് പിന്നെ ഒരുപാട് പറമ്പുകൾക്ക് ഭീഷണിയായി. 2ാം വാർഡിൽ മെമ്പറുടെ പരിശ്രമ ഫലമായിട്ട് തൊഴിലുറപ്പ് ഫണ്ടും പിന്നെ അതേപോലെ തന്നെ ജനകീയ ഫണ്ടുകളും കൊണ്ട് ഏകദേശം റോഡുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ 2ാം വാർഡിൻ്റെ മെമ്പർ ഇതുപോലത്തെ ഒരു മെമ്പർ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. എല്ലാ സഹകരണമുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോഴേക്ക് ഇവിടെ എത്തു. ഞങ്ങളെല്ലാ റോഡും ഓക്കെ ആയി. ഇനി എന്നാ വേണ്ടേ? ഇനിയും പാത്തിമിച്ച തന്നെ വരണമെന്നുള്ള അല്ലേ ആഗ്രഹം. ഇവിടെയുള്ള വോട്ടർമാർക്ക് എല്ലാവർക്കും ഉള്ളേ. മുറ്റത്ത്
തെന്മാവ് മങ്ങള് നീയേ പൈത്തല്ലോ നീ. ഞങ്ങൾക്ക് അംഗൻവാടിക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നിക്ക്. മുറ്റത്ത് കളറ് ചുമരിന് പെയിന്റ് അടിച്ച് ചിത്രം വരച്ച് തന്ന് പിന്നെ പ്ലംബിങ്ങിന്റെ പണി എല്ലാം മെമ്പർ വഹിച്ച എല്ലാ പരിപാടിക്കും എല്ലാ സഹായവും ചെയ്തു തന്നിക്ക്. തൊട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ഏകദേശം ചെയ്ത് തന്നുകേ. വീടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പോയി നിന്ന് എല്ലാം റെഡിയായി വന്നത്. ഫസ്റ്റിൽ വന്നത് ഞങ്ങൾക്ക് മോശമായിപ്പിക്കലായിരുന്നു. 19 വന്നത് ഫസ്റ്റിൽ തന്നെ വന്നത് 18. അത് കഴിഞ്ഞാൽ നിങ്ങൾ 2 വരുന്നു. എന്നാലും പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊന്നും ഞങ്ങൾക്ക് കിട്ടാത്തൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ഒരു മെമ്പറായിട്ടല്ല ഞങ്ങളെ കണ്ട്. നിങ്ങൾ വെറും വോട്ടിന് മാത്രമല്ല നിങ്ങൾ ഞങ്ങളെ കണ്ടേ.